കോഴിക്കോട് പുനൂർ പുഴയിലെ മണ്ണും ചെളിയും അടിയന്തരമായി നീക്കണമെന്ന നിർദ്ദേശങ്ങൾക്ക് പുല്ലുവില. ജില്ലാ കളക്ടറുടെ ഉത്തരവും CWRDMന്റെ പഠന റിപ്പോർട്ടും അവഗണിക്കുകയാണ് വകുപ്പുകളും തദ്ദേശ സ്ഥാപനങ്ങളും. ഉരുൾപൊട്ടലിനെ തുടർന്ന് മണ്ണിടിഞ്ഞ് പുഴയുടെ ആഴം പകുതിയായി. മഴക്കാലത്ത് ഒഴുകി വരുന്ന വെള്ളം ഉൾക്കൊള്ളാൻ പുഴയ്ക്കാകില്ലെന്നറിഞ്ഞിട്ടും അധികൃതർ അനങ്ങാപ്പാറകളായതോടെ വെള്ളത്തിൽ മുങ്ങിയത് ആയിരക്കണക്കിന് വീടുകളാണ്. ബിഗ് TV ഇൻവെസ്റ്റിഗേഷൻ. ഇത്തവണയും പെരുമഴയൊന്നും പെയ്തില്ല. പക്ഷെ പൂനൂർ പുഴ തീരം വിട്ടടുത്ത വീടുകളിലൊക്കെ കയറി. ദുരിതത്തിലായത് ആയിരക്കണക്കിന് കുടുംബങ്ങൾ. എല്ലാ കൊല്ലത്തെയും പതിവെന്ന് വിട്ടുകളയാൻ പറ്റില്ല. വീഴ്ചകൾ വ്യക്തം. വെള്ളം കയറുമെന്ന് കൃത്യമായി അറിയാമായിരുന്നു അധികൃതർക്ക്. പക്ഷേ വേണ്ടതൊന്നും ചെയ്തില്ല. പല കാലങ്ങളിൽ ഉരുൾപൊട്ടി ഒലിച്ചെത്തിയതൊക്കെയും അടിഞ്ഞു കിടപ്പാണ് പുഴയിൽ. കല്ലും മണ്ണും ചെളിയും വേരോടെ പിഴുതുപോന്ന മരങ്ങളുമടക്കം. പുഴയുടെ ആഴം ഇങ്ങനെ പകുതിയായി കുറഞ്ഞെന്നും ഒഴുകി വരുന്ന വെള്ളത്തെ അതിന് താങ്ങാനാവില്ലെന്നും CWRDMന്റെ പഠന റിപ്പോർട്ടുണ്ടായിരുന്നു. ചീഫ് സയന്റിസ്റ്റായിരുന്ന ഡോക്ടർ VP ദിനേശൻ പൂനൂർ പുഴയെ പ്രത്യേകമായി പഠിച്ചു തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറഞ്ഞ പരിഹാരങ്ങളൊന്നും പക്ഷേ നടപ്പായില്ല. അപ്പോൾ 2010, 18, 19, 20, 21 ഈ കാലഘട്ടങ്ങളിൽ ഈ പീരീഡിലൊക്കെ നമുക്ക് ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട്. ഈ സമയങ്ങളിലെല്ലാം ഒഴുകി വന്ന് ചെളിയും മണ്ണും ഇതെല്ലാം പൂനൂർ പുഴയിൽ അടിത്തട്ടിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ സമീപപ്രദേശങ്ങളിലേക്ക് ഫ്ലഡിൻ്റെ ആധിക്യം കൂട്ടാൻ വളരെയധികം സാധ്യതയുണ്ട്. ഇപ്പോൾ നേരത്തെ പല നദികളിൽ നിന്നും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചാലിയാർ എന്നൊക്കെ മണൽ വാരിയിരുന്നു. 13 വർഷമായി ഇപ്പോൾ മണൽ വാരുന്നില്ല. മഴക്കാലം എത്തും മുമ്പ് പുഴയുടെ ആഴം കൂട്ടേണ്ടതിന്റെ ആവശ്യകത കാണിച്ച് നാട്ടുകാരും പരാതി നൽകി. അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിച്ച് മണ്ണ് മാറ്റണമെന്ന് കളക്ടർ ഉത്തരവുമിട്ടു. അതിൽ പറയുന്നത് ഇങ്ങനെ: കണ്ണാടിക്കൽ വേങ്ങേരി തണ്ണീർപ്പന്തൽ മാളിക്കടവ് കക്കോടി മോരിക്കര ഭാഗത്ത് അതിശക്തമായ വെള്ളപ്പൊക്കത്തിന് സാധ്യതയെന്നും പറമ്പിൽക്കടവ് പാലം മുതൽ മാളിക്കടവ് പാലം വരെ അടിയന്തരമായി മണ്ണ് നീക്കാൻ നടപടി വേണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം. ഡിസാസ്റ്റർ മാനേജ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഈ പുഴയിലെ മണ്ണും ചെളിയും നീക്കാനും പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന മരങ്ങളൊക്കെ റിമൂവ് ചെയ്യാനും അന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കോർപ്പറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ യാതൊരു നടപടിയും നടന്നില്ല. ഈ ഒരു ഓർഡർ 29/6 ജൂൺ മാസം, ആ ഒരാഴ്ചക്കുള്ള വർക്ക് ഇവിടെ നടന്നിരുന്നെങ്കിൽ ഇത്ര ഈ ഭാഗത്തുകാർക്ക് ഈ പ്രയാസം ഉണ്ടാവില്ല. മുന്നറിയിപ്പുകളോടൊക്കെയും വകുപ്പുകളും അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മുഖം തിരിച്ചതിന്റെ ഫലം ഇപ്പോഴും അനുഭവിക്കുകയാണ് ജനം. തിരിച്ചു കയറാനായിട്ടില്ലവർക്ക് ഇതുവരെ തിരികെ വീടുകളിലേക്ക്. പുഴയ്ക്ക് അതിന്റെ സ്വന്തം വഴിയുണ്ട്, ആഴമുണ്ട്, വീതിയുണ്ട്. അതൊക്കെ ഇല്ലാതാകുമ്പോഴാണ്, കയ്യേറ്റം ചെയ്യപ്പെടുമ്പോഴാണ് പുഴകൾ കരകവിഞ്ഞൊഴുകുന്നത്. പുഴയുടെ സ്വന്തം വഴികളെ തിരിച്ചു പിടിച്ചു കൊടുക്കുക എന്നതാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ നഗരത്തിന്റെ പ്രളയകാലത്തിന് പരിഹാരം. അക്ഷയ് സുന്ദറിനൊപ്പം കൃഷ്ണേന്ദു, ബിഗ് TV ജേർണലിസ്റ്റ്, കോഴിക്കോട്.